ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മയായ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇവർ ഉൾപ്പെട്ട വമ്പൻ തട്ടിപ്പ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമനം നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് ശ്രീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര സ്വദേശി ഷിജു എന്നയാളാണ് പരാതിക്കാരൻ. വഞ്ചനാകുറ്റത്തിനും വ്യാജരേഖകൾ ചമച്ചതിനുമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അതേസമയം ശ്രീതു ഒറ്റയ്ക്കല്ല തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാനടക്കം ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ തന്നെ സഹായിച്ചവരുടെ പേരുകൾ പോലീസിൽ ശ്രീതു നൽകിയിട്ടുണ്ട്. ഇവരിലേക്കും പോലീസ് അന്വേഷണം നീളുന്നുണ്ട്. ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസറാണ് താനെന്ന് പറഞ്ഞാണ് ശ്രീജു ഷിജുവിനെ പരിചയപ്പെടുന്നത്. ജോലി ലഭിക്കാനായി 10 ലക്ഷം രൂപയും വാങ്ങി. തന്റെ പേഴ്സണൽ ഡ്രൈവറായാണ് നിയമനം എന്നാണ് ഇയാളോട് പറഞ്ഞത്. പിന്നീട് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി നൽകുകയും ചെയ്തു. ദേവസ്വം ബോർഡ് ഓഫീസിൽ വരരുത് എന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. ബോർഡ് ഓഫീസ് പരിസരത്ത് നിന്ന് ഷിജുവിന്റെ കാറിൽ കയറി പോകുന്നതും ഇവർ പതിവാക്കി. ഇങ്ങനെ ആദ്യ മാസം ജോലി ചെയ്തപ്പോൾ 28,000 രൂപ ശമ്പളം കൃത്യമായി നൽകി. പിന്നീടുള്ള മാസങ്ങളിൽ ശമ്പളം കുടിശ്ശികയായി. തർക്കമുണ്ടായപ്പോൾ 1 ലക്ഷം കുടിശ്ശിക അടുത്തിടെ ഒരുമിച്ച് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെ ദേവേന്ദുവിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഷിജു താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് ബോധ്യമായത്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ ശ്രീതുവിനെ സഹായിച്ചവരുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനം കണ്ടെത്തിയിട്ടുണ്ട്. സഹായിച്ചവരുടെ പട്ടികയും നമ്പറും കണ്ടെത്തി. ഇവരെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കും. ശ്രീതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഞായറാഴ്ച രാവിലെയാണ് ശ്രീതുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റൂറൽ SP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ ചോദ്യം ചെയ്തു. തുടർന്ന് വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് 10 പേർ കൂടി പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഒരു കേസിലാണ് നടപടിയെടുത്തിട്ടുള്ളതെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം 2 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുകയാണ്. കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് കുറ്റം ഏറ്റെടുത്ത ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ്. ഇയാളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഒപ്പം ശ്രീതുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. 2 വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും കുറ്റകൃത്യത്തിനുള്ള പ്രേരണ ഉറപ്പിക്കാനോ തെളിവുകൾ ശേഖരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ ഹരികുമാർ റിമാൻഡിൽ കഴിയുന്നത്. ഹരികുമാറിന്റെ സഹോദരി ശ്രീതുവിന്റെ മകളെയാണ് കൊലപ്പെടുത്തിയത്. ശ്രീതുവിനോടുള്ള ഹരികുമാറിന്റെ ചില അസാധാരണ വാട്സപ്പ് ചാറ്റുകൾ മാത്രമാണ് നിലവിൽ പോലീസിന്റെ പക്കലുള്ള കാര്യമായ തെളിവ്. ഹരികുമാറിന്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുള്ളതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇതിനിടെ ഹരികുമാർ പരസ്പര വിരുദ്ധമായി മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെ പോലീസ് ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പുറമെ സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ച ജോത്സനായ ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിനെയും അന്വേഷണ സംഘം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പല കഥകളും ഇതിനകം പോലീസ് പുറത്തുവിട്ടെങ്കിലും ഒന്നിനും പിൻബലം നൽകുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത്.